ഇടയ്ക്കൊക്കെ നമ്മൾ പഠിച്ച സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ ആ ഒരു സ്ട്രെയിനിൽ നിന്നും പല പല ടെൻഷൻസിൽ നിന്നും ഒരു റിലീഫ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളവിടെ പഠിച്ചിരുന്നപ്പോൾ ആ ഒരു കുട്ടി ആ ഒരു വിദ്യാർത്ഥിയായി തന്നെ മാറും. അന്നത്തെ കാലത്തെ ഓർമ്മകളെല്ലാം ഇതിപ്പോൾ എനിക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ആശയം ഇതിൻ്റെ വളണ്ടിയറൊക്കെ ആയിരുന്നു, കവിതാരചനയായിരുന്നു എൻ്റെ ഐറ്റം. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് തലത്തിൽ എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം. ഒരു പഠനകാലത്തിന് ശേഷം ഇങ്ങനെ എഴുത്ത് മത്സരങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പങ്കെടുക്കാൻ പറ്റിയപ്പോഴും അതും പ്രൈസ് കിട്ടിയതൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. അപ്പോൾ താങ്ക്സ് ടു മയ്യാഷി. അപ്പോൾ അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജിലൊക്കെ കുറേ ഇങ്ങനെ നടന്ന് കണ്ടു. കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ പുതിയ ബ്ലോക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെ കൂഞ്ഞാലൊക്കെ പണിതിട്ടിട്ടുണ്ട്. ഇതിനുള്ളിൽ എത്ര നടന്നാലും മതിയാവില്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാം. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ പോയിട്ട് ഷേക്കൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു. ഇതാണ് നമ്മുടെ പച്ചമരം. പഠിക്കുന്ന കാലത്ത് നമ്മളിത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കുക. അപ്പോൾ ഈവനിങ്ങിലും നമുക്ക് സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. നാടൻപാട്ട് കാറ്റഗറിയിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ടീമും ഉണ്ടായിരുന്നു. അവരെന്തായാലും അടിച്ചു പൊളിച്ചു, അവർക്ക് പ്രൈസും കിട്ടി. അപ്പോൾ അവസാനമായപ്പോഴത്തേക്കും റിസൾട്ടൊക്കെ പറഞ്ഞ് സമാപന സമ്മേളനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും കിട്ടിയില്ല, ബ്ലോക്ക് തലത്തിൽ കിട്ടിയെങ്കിലും. പക്ഷേ എന്നാലും അവിടെ പോയി ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ പറ്റിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നി. ഇത് ഒരാൾ കസേരയും പൊക്കി പിടിച്ച് പോകണ കണ്ടില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ.